മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണ ചർച്ചയ്ക്ക് ഗതിവേഗം സംഭവിച്ചതോടെ കോതമംഗലവും പ്രതീക്ഷയിലാണ്. ജില്ലാ ആസ്ഥാനത്തിന്റെ ഭാഗമാകാൻ മൂവാറ്റുപുഴയ്ക്കൊപ്പം കോതമംഗലത്തിനും അവസരം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ വ്യവസായ ജില്ലയുടെ ഭാഗമല്ലാതാകുന്നത് തരം താഴ്ത്തപ്പെടുകയാണെന്ന അഭിപ്രായം ഉള്ളവരുമുണ്ട്. മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കോതമംഗലത്തുൾപ്പെടെ ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള ക്യാമ്പയിനുകളും ചർച്ചകളും സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മൂവാറ്റുപുഴയിൽ നടത്തിയ പ്രഖ്യാപനമാണ് ചർച്ചകൾ ചൂടുപിടിപ്പിച്ചത്. ജില്ലാ രൂപീകരണം എന്ന ആവശ്യം പരിഗണിക്കുന്നുണ്ടെന്നും പഠിക്കാൻ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കപ്പെടുമെന്ന തോന്നലാണ് ഇതോടെ സജീവമായിരിക്കുന്നത്. മൂവാറ്റുപുഴ, കോതമംഗലം, തൊടുപുഴ താലൂക്കുകൾ ഉൾപ്പെടെ എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളുടെ ഭാഗങ്ങളാണ് നിർദ്ദിഷ്ട മൂവാറ്റുപുഴ ജില്ലയുടെ ഭാഗമാകാൻ സാധ്യതയുള്ളത്. ആസ്ഥാനം മൂവാറ്റുപുഴയാകാനാണ് സാധ്യത. കോതമംഗലത്തെയും പരിഗണിക്കണമെന്ന ആവശ്യവും ഉയർന്നേക്കും. ആസ്ഥാനം മൂവാറ്റുപുഴയായാലും ചേർന്ന് കിടക്കുന്ന കോതമംഗലത്തിനും വലിയ പ്രതീക്ഷ വച്ചു പുലർത്താൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. ജില്ലാ ആസ്ഥാനം എന്ന നിലയിൽ പുതിയതായി ഒട്ടേറെ ഓഫീസുകളും സ്ഥാപനങ്ങളുമെല്ലാം ആവശ്യമാണ്. ഇവയിൽ ചിലതെങ്കിലും കോതമംഗലത്തേക്ക് കൊണ്ടുവരാനായാൽ ജില്ലാ രൂപീകരണം കോതമംഗലത്തിന് അധിക നേട്ടം സമ്മാനിക്കും. അതേസമയം എറണാകുളം ജില്ലയോട് വേർപിരിയുന്നതിൽ കോതമംഗലത്ത് വിയോജിപ്പ് ഉയരുമെന്നും ഉറപ്പാണ്. വ്യവസായ ജില്ലയുടെ ഭാഗമല്ലാതാകുന്നത് കോതമംഗലത്തിന്റെ പദവി ഇടിക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. ജില്ലാ രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നതോടെ അനുകൂലമായും പ്രതികൂലമായും വാദപ്രതിവാദങ്ങൾ ഉയരാനുള്ള ഒട്ടേറെ വിഷയങ്ങൾ കാത്തിരിപ്പുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.